ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ട് 2 പിടിയോളം വൻപയറാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കുതിർത്ത വൻപയറൊക്കെയാണ് വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി ഒരുമിച്ച് ചെയ്താലും മതിയാവും കേട്ടോ. അത് ഞാൻ ബാക്കി പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് കുതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിൽ കേട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നായി വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു മീഡിയം ടൈപ്പ് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കത് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം. ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ചതച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. പക്ഷെ ഞാനൊരു ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 പൊട്ടറ്റോ ആണ്, ഒരു മീഡിയം ടൈപ്പ് 2 എണ്ണം കനം കുറച്ച് നീളത്തിലരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. 1 മിനിറ്റ് ഇരിക്കട്ടെ, ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്കായാണ്. വെണ്ടയ്ക്ക ഒരു 6-7 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ, മീഡിയം ടൈപ്പ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. അതിൽ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പം എന്താ പയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 2 വിസിൽ, പക്ഷേ ഫുൾ വെന്തിട്ടില്ല, ഒരു 60-70% ആയിട്ടുള്ളൂ. ഇതിനകത്തേക്ക് മീഡിയം ടൈപ്പ് 2 പച്ചക്കായാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ച നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല വലിയ പച്ച നേന്ത്രക്കായ ആണെങ്കിൽ ഒരെണ്ണം, മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കാം. അതുകൂടി ചേർത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കൂടി കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ വിസിൽ കേൾപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചാൽ മതി. അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പയറിൻ്റെ കൂടെ കായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കായ ഒരുപാട് വെന്തുടഞ്ഞു പോകും. അപ്പോൾ അതൊരു വിസിലാവട്ടെ. ആ സമയത്ത് ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വഴറ്റി 2-3 നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പൊട്ടറ്റോ ഉടഞ്ഞു പോരുത്, അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ അത് നന്നായിട്ട് കളർ വീണിട്ടുണ്ട് കേട്ടോ. എനിക്കത് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ കളർ വീണപ്പോൾ ഒരു നല്ല മധുരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊരു അച്ചാർ പോലെ ഇടുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരിത്തിരി കടുകിട്ടു. ഞാൻ വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തത്. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അതിലേക്ക് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ആ ചൂടിൽ തന്നെ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് മാങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഒരിത്തിരി വിനീഗർ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലെയിം കുറച്ച് നല്ല ലോയിൽ വെക്കുക, അതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഒരു ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഒന്നോ രണ്ടോ നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാങ്ങ അങ്ങ് ഒരുപാട് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവുക അത്രയും മതി കേട്ടോ. വിനീഗർ കൂടി ചേർത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് എക്സ്ട്രാ വേണം ചേർത്ത് കൊടുക്കുക. ഒരിത്തിരി പഞ്ചസാരയും ചേർത്തിട്ട് ആ വിനീഗർ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് മധുരം കൂടി ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പയറും കായും വെന്ത് വന്നപ്പോൾ ഒരു 1.25 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 വെളുത്തുള്ളി, 2 3 വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ കായും പയറും ഒക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നപ്പോൾ ചെറുതായിട്ട് ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിന് നമുക്ക് ഒരുപാട് തേങ്ങ എടുക്കണ്ട, കുറച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ വറുത്തിടും, അത് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ എടുക്കുക. അരപ്പിനങ്ങ് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാടങ്ങ് തിക്കാക്കി വെക്കരുത് നമ്മുടെ കറി, കുറച്ച് ലൂസായിരിക്കണം. എന്നാൽ അങ്ങ് ഒരുപാട് ലൂസാവാനും പാടില്ല. പച്ചനേന്ത്രക്ക ആണെങ്കിലും പച്ചക്കായ ആണെങ്കിലും ഏതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരിത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി ഉപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് തേങ്ങയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക, ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ച് ഓഫ് ചെയ്തു. തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു, ഒരു വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് നല്ലപോലെ 1.5 പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എത്രത്തോളം തേങ്ങ മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരപ്പിന് ഒരുപാട് തേങ്ങ വേണം എന്നില്ല. പക്ഷേ ഈ വറുത്ത് ചേർക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങയിട്ട് വറുത്ത് ചേർക്കുക. എന്നിട്ട് തേങ്ങ അത്യാവശ്യം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ഇട്ട് ജസ്റ്റ് ആ ചൂടിൽ തന്നെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, കയ്പ്പ് രസം വരും, കരിഞ്ഞു പോകും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കുക. ഒരിത്തിരി 1/4 ടീസ്പൂണിൽ താഴെ, ഓപ്ഷണലാണ്. പക്ഷെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും കാണാനും നല്ലൊരു കളറും ഒക്കെയാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ജസ്റ്റ് മുളക് പൊടി ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യുക, അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പാൻ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെയുള്ള കൂട്ട്, മാങ്ങ, ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്ക് 2-3 ദിവസമൊക്കെ എടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വയ്ക്കുക, പുറത്ത് വയ്ക്കേണ്ട. കാരണം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മുടെ പയറും പച്ചക്കായും കൂടെയുള്ള കറി, അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ഊണാണ്. അപ്പോൾ ഞാൻ ഇത്തിരി നല്ല കട്ട തൈര് ഉണ്ടായിരുന്നു, തൈര് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തൈര് എടുക്കുക. അപ്പോൾ എനിക്ക് തൈര് ഇഷ്ടമായതുകൊണ്ടാണ് ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഉച്ചയൂണ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ ലഞ്ച് മെനു, ഏകദേശം ഒരു 50 വീഡിയോസിലപ്പോൾ 3-4 കൂട്ടം കറികളും ചേർത്തുള്ള വെജിറ്റേറിയൻ ലഞ്ച് മെനു ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് മെനു അല്ലെങ്കിൽ ഉച്ചയൂൺ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.